വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് പുരസ്കാരങ്ങളാണ്. വരുന്ന എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് പുരസ്കാരങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. അടുത്ത ഭാഗത്തിൽ ബാക്കിയുള്ള പുരസ്കാരങ്ങളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്ന പുരസ്കാരം എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആരംഭിച്ച വർഷം 1993. ആദ്യ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള 1993. സമ്മാന തുക നിലവിൽ 5 ലക്ഷം രൂപയാണ്. രണ്ടാമത്തെ ജേതാവ് തകഴി ശിവശങ്കരപിള്ള. ആദ്യ വനിതാ ജേതാവ് ബാലാമണിയമ്മ 1995. 2024 ജേതാവ് NS മാധവൻ. 2025 ജേതാവ് KG ശങ്കരപിള്ള. ഈ കാണുന്നതാണ് KG ശങ്കരപിള്ള. ഓക്കെ, അടുത്ത് വയലാർ പുരസ്കാരം. അടുത്തൊരു പുരസ്കാരമാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പുരസ്കാരങ്ങളിൽ ഒന്നാണ് വയലാർ പുരസ്കാരം. ആരംഭിച്ച വർഷം 1977. ആദ്യ ജേതാവ് ലളിതാംബിക അന്തർജനം. കൃതി അഗ്നി സാക്ഷി. സമ്മാന തുക 1 ലക്ഷം രൂപ. രണ്ടാമത്തെ ജേതാവ് PK ബാലകൃഷ്ണൻ. കൃതി ഇനി ഞാൻ ഉറങ്ങട്ടെ. 2024 ജേതാവ് അശോകൻ ചെരുവിൽ. കാട്ടൂർക്കടവ് നോവലാണ് കാട്ടൂർക്കടവ്. 2025 ജേതാവ് E സന്തോഷ് കുമാറാണ്. തപോമയിയുടെ അച്ഛൻ എന്നാണ് കൃതിക്കാണ് പുരസ്കാരം. 49ാമത് വയലാർ അവാർഡാണ് ഈ സന്തോഷ് കുമാറിന് ലഭിച്ചത്. ഈ കാണുന്നതാണ് ഈ സന്തോഷ് കുമാർ. ഓക്കെ, അടുത്ത് നോക്കേണ്ടത് ഓടക്കുഴൽ പുരസ്കാരമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. മലയാള കവി G ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം. ആരംഭിച്ച വർഷം 1968. 1968 ആദ്യമായി ലഭിക്കുന്നത് ബാലകവി രാമൻ. അതായത് കൃതി നാരായണം എന്ന കൃതിയാണ്, നാരായണീയം എന്ന കൃതിയാണ്. സമ്മാന തുക 30,000 രൂപയാണ്. രണ്ടാമത്തെ ജേതാവ് 1969 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ്. തുളസിദാസ രാമായണം എന്ന കൃതിക്കാണ്. ഇത് വിവർത്തനമാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത 2024 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് K അരവിന്ദാക്ഷൻ. കൃതി ഗോപ. അതൊരു നോവലാണെന്ന് ഓർത്തുവയ്ക്കുക, ഗോപ. 2025 ജേതാവ് EP രാജഗോപാലൻ. ഉൾക്കഥ എന്ന കഥാവിമർശനമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാം. അടുത്ത പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ പ്രമുഖ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. 2023 പുരസ്കാരം ലഭിച്ചത് പ്രശസ്ത കവി പ്രൊഫസർ V മധുസൂദനൻ നായർക്കും. 2026 പുരസ്കാരം ലഭിച്ചത് കവി വൈക്കം രാമചന്ദ്രനാണെന്ന് ഓർത്തു വയ്ക്കുക. പുരസ്കാര തുക 50,001 രൂപ. 50,001 രൂപ. ഗുരുവായൂരപ്പന്റെ രൂപം ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണ്ണപ്പതക്കം, പ്രശസ്തി പത്രം, ഫലകം എന്നിവയാണ് അവാർഡ് എന്ന് പറയുന്നത്. ഏർപ്പെടുത്തിയത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണെന്ന് ഓർത്തിരിക്കാം. ലക്ഷ്യം ഭക്തി സാഹിത്യത്തിലെ മികച്ച സംഭാവനകളെ ആദരിക്കുക എന്നാണ്. പശ്ചാത്തലം പൂന്താനം നമ്പൂതിരിയുടെ വിഖ്യാതമായ ജ്ഞാനപ്പാന എന്ന കൃതിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ജ്ഞാനപ്പാന പുരസ്കാരം കൊടുക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത നോക്കുന്ന പുരസ്കാരം, ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരം ജ്ഞാനപീഠ പുരസ്കാരമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. കൊടുത്തു തുടങ്ങിയ വർഷം അല്ലെങ്കിൽ ആരംഭിച്ച വർഷം 1961, കൊടുത്തു തുടങ്ങിയ വർഷം 1965. പുരസ്കാര തുക 11 ലക്ഷം. ആദ്യ ജേതാവ് മലയാളി G ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ്, മലയാള ഭാഷയിലാണെന്ന് ഓർത്തു വയ്ക്കുക. 2023 രാമഭദ്രാചാര്യ. സംസ്കൃതത്തിൽ നിന്നുള്ള വ്യക്തിയാണ് രാമഭദ്രാചാര്യ. ഗുൽസാർ എന്ന കൃതി അദ്ദേഹത്തിനാണ്, ഉറുദു കൃതിയാണെന്ന് ഓർത്തു വയ്ക്കുക. 2024 വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഹിന്ദി സാഹിത്യകാരനാണ് വിനോദ് കുമാർ ശുക്ല. ഈ കാണുന്നതാണ് വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള മാതൃഭൂമി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ആരംഭിച്ച വർഷം 2000-ലാണ്. 2000 ആദ്യ ജേതാവ് തൃക്കൊടിയനാണ്. 2000 സമ്മാന തുക 2 ലക്ഷം രൂപയാണെന്ന് ഓർത്തു വയ്ക്കുക. രണ്ടാമത്തെ ജേതാവ് 2001 MV ദേവൻ എന്ന് ഓർത്തു വയ്ക്കുക, MV ദേവൻ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സറ ജോസഫ് ആണ്. 2025 ജേതാവ് എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണൻ. ഈ കാണുന്നതാണ് മേതിൽ രാധാകൃഷ്ണൻ എന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്ത ഭാഗത്തിൽ വീണ്ടും ബാക്കിയുള്ള പുരസ്കാരമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.